പോഷകങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഒരു ഭക്ഷണ ക്രമീകരണമാണ് കേരള സദ്യയിലുള്ളത്. ഒരു സദ്യയില് ഏതാണ്ട് 6 രസങ്ങളും ഉൾപ്പെടുന്നു. ഏതൊക്കെയാ രസങ്ങള്? മധുരം, കയ്പ്, എരി, ഉപ്പ്, പുളി, ചവർപ്പ്. ഇങ്ങനെ 6 രസങ്ങൾ. അപ്പൊ മധുരം നിങ്ങൾക്കറിയാം, കയ്പ് അറിയാം, പുളി അറിയാം, ഉപ്പറിയാം, എരി അറിയാം. പക്ഷെ ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് സംശയം കാണും. എന്താ ചവർപ്പ്? പറയാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വാഴക്കൂമ്പ് കൊണ്ട് ഒരു തോരൻ വെക്കുന്നു, അല്ലെങ്കിൽ പിണ്ടി വെച്ചിട്ട് നമ്മളൊരു തോരൻ വെക്കുന്നു. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രസമുണ്ട്, അത് ആ ചവർപ്പ്. ഈ തരത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഈ സദ്യ നമ്മൾ നിലത്തിരുന്നുണ്ണണമെന്നാ പറയുന്നത്. എന്താ നിലത്തിരുന്നുണ്ണതിന്റെ പ്രത്യേകത? നിലത്തിരുന്നുണ്ണുമ്പം നമ്മുടെ ശരീരത്തിന്റെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആമാശയത്തിലെ പേശികൾ വലിയുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കഴിക്കാൻ സാധിക്കുന്നു. പ്രയാസമാണെങ്കിൽ ഇരിക്കണ്ട, നിങ്ങൾ കസേരയിലിരുന്ന് മേശയിൽ ഇലയിട്ട് കഴിച്ചാലും മതി. പിന്നെ അന്നേരം ഒരു കാര്യം ആലോചിക്കണം, ഒരു കാരണവശാലും കത്തിയും മുള്ളും കരണ്ടിയൊന്നും ഉപയോഗിക്കരുത്. ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കൈവിരലുകൾ കൊണ്ട് നമ്മൾ കഴിക്കണമെന്ന്, കൈ കൊണ്ട് കഴിക്കണമെന്ന്. എന്തോ അതിന്റെ ശാസ്ത്രം? അതിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആഹാര സാധനങ്ങൾ നമ്മൾ കൈ കൊണ്ടെടുത്ത് റെഡിയാക്കി വായിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിന് മുമ്പേ തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് സിഗ്നലുകൾ പോകും. അതുകൊണ്ട് ആഹാരം വരുന്നുണ്ടേ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും. അപ്പം ആമാശയത്തിൽ ദഹനരസം ഉൽപ്പാദിപ്പിക്കുകയും അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ പെട്ടെന്ന് ദഹിക്കാൻ കാരണമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ സദ്യ എന്നത് വളരെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള വളരെ ആരോഗ്യകരമായ ഒരു സമീകൃത ഭക്ഷണ രീതിയാണെന്ന് തന്നെ പറയാം.